വരുണിൻ്റെ വീട്ടിലേക്ക് ആനന്ദ് ചെന്ന് കയറുമ്പോൾ ഉമ്മറത്തെ തൂണിൽ ചാരിയിരുന്നുകൊണ്ട് ഇയർഫോണും ചെവിയിൽ വെച്ച് പാട്ട് കേൾക്കുന്ന തിരക്കിലായിരുന്നു അവൻ. സ്പീഡിൽ വന്നു നിർത്തിയ ബൈക്കിൽ നിന്നും ഗൗരവത്തോടെ ഇറങ്ങി വരുന്ന അനന്തുവിനെ പെട്ടെന്ന് കണ്ടപ്പോൾ കാര്യമായ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന തോന്നൽ വരുണിനെ അവിടെ നിന്നും പെട്ടെന്ന് എഴുന്നേൽപ്പിച്ചു നിർത്തി. ഇയർഫോണെല്ലാം ചെവിയിൽ നിന്ന് വലിച്ചൂരിയവൻ അനന്തുവിനെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണും മനസ്സും എന്തിനോ വേണ്ടി പിടയ്ക്കുന്നത് പോലെയാണ് അവന് തോന്നിയത്. എന്താടാ, എന്താ കാര്യം? നിന്റെ മുഖത്ത് എന്താ ഒരു ടെൻഷൻ പോലെ? എന്തേലും പ്രശ്നമുണ്ടോടാ? എടാ വരുണേ, ഒരു പ്രശ്നമുണ്ടടാ. എന്ത് പ്രശ്നം? അതൊക്കെ പറയാം, പക്ഷേ തൽക്കാലം എനിക്കിപ്പോൾ ഒന്നും പറയാനോ വിശദീകരിക്കാനോ ഉള്ള സമയമില്ലടാ. എത്രയും പെട്ടെന്ന് എനിക്ക് വേദയെ കാണണം. അവനത് പറയവേ ധൃതിയിൽ അകത്തേക്ക് കയറി അവളെ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ ഒപ്പം വരുണും അവനെ അനുഗമിച്ച് വെപ്രാളപ്പെട്ട് നടക്കാൻ തുടങ്ങി. അകത്തെവിടെയും വേദയെ തിരഞ്ഞ് കാണാണ്ടായതിനെ തുടർന്ന് അവൻ അടുക്കള വാതിലിലൂടെ വേഗം പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോഴായിരുന്നു അഴയിൽ ഉണങ്ങിക്കിടക്കുന്ന തുണികളെല്ലാം എടുത്തു വയ്ക്കാൻ ശ്രമിക്കുന്ന വേദയെ അവൻ പെട്ടെന്ന് കണ്ടത്. ഒട്ടും സമയം വൈകിപ്പിക്കാതെ അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കാര്യമെന്തെന്ന് മനസ്സിലാവാതെ അവൻ്റെ കൈപ്പിടിയിൽ നിന്നും കുതറിമാറാൻ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൻ്റെ പിടുത്തം ഒരൽപ്പം പോലും അയച്ചുവിടാൻ അവൻ മനസ്സു കാട്ടിയിരുന്നില്ല. ഒടുവിൽ അവളെയും കൂട്ടി അവൻ പൂജാമുറിയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒന്നും മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. ആ സമയം കൊണ്ട് അവൻ കയ്യിൽ കരുതിയിരുന്ന ജ്വല്ലറി ബോക്സിലെ താലിമാല വേഗം പുറത്തേക്കെടുത്തു കഴിഞ്ഞിരുന്നു. പെട്ടെന്നത് കണ്ടപ്പോൾ ഒരു ഞെട്ടലോടെ വേദയും വരുണും പരസ്പരം മുഖത്തേക്കൊന്ന് നോക്കി. അനന്തു, എന്താടാ ഇത്? നീ ഇതെന്തായി ചെയ്യാൻ പോകുന്നത്? കണ്ണുകളിൽ ആശ്ചര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വരുൺ അവനെ നോക്കിയത് ചോദിക്കുമ്പോഴും അനന്തുവിൻ്റെ മുഖത്തെ ഗൗരവം മാറിയിരുന്നില്ല. ഒന്നും പറയാനോ വിശദീകരിക്കാനോ ഉള്ള സമയമല്ലിത്. ഞാൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നൊന്നും എനിക്കിപ്പോൾ അറിയില്ല. പക്ഷേ ഇതല്ലാതെ എൻ്റെ മുമ്പിലിപ്പോൾ മറ്റൊരു വഴിയില്ല വരുണേ. ഇപ്പോഴത്തെ നമ്മുടെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കിത് ചെയ്തേ പറ്റൂ. അവനത് പറഞ്ഞു തീരവേ അവൻ്റെ നോട്ടം ചെന്ന് തറച്ചത് വേദയുടെ കണ്ണുകളിലേക്കായിരുന്നു. ഇമ വെട്ടാതെ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവൾ ചങ്കിടിപ്പോടെ അവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അനന്തു ആ താലിമാല വേദയുടെ നേർക്ക് നീട്ടിപ്പിടിച്ചിരുന്നു. സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുമ്പോഴേക്കും അവൻ്റെ കരവലയത്തിൽ അകപ്പെട്ടതുപോലെ അവൾ ഒതുങ്ങിപ്പോവുകയായിരുന്നു. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ തുടങ്ങുന്നതിന് മുൻപേ അവൾ നോക്കി നിൽക്കെ കൊട്ടും കുരവയും മേളവും ഒന്നുമില്ലാതെ അവൻ ചാർത്തിയ താലി അവളുടെ കഴുത്തിൽ വീണു കഴിഞ്ഞിരുന്നു. അതിനുശേഷം പൂജാമുറിയിലെ വിഗ്രഹത്തിനടുത്ത് വെച്ച പ്രസാദത്തട്ടിലെ ഉണങ്ങിയ രക്തചന്ദനം എടുത്തവൻ അവളുടെ സീമന്തരേഖയിലേക്ക് കൂടി നീട്ടിവരച്ച് തൊട്ടുകൊടുക്കുമ്പോൾ ആശ്ചര്യം വിട്ടുമാറാത്ത മനസ്സുമായി അവൾ അവനെ തന്നെയൊന്ന് നോക്കി നിന്നുപോയി. ഒരു നിമിഷം അവളുടെ കണ്ണുകളിൽ നിന്നും താനെ കണ്ണുനീർ തുള്ളികൾ അടർന്നു വീഴുകയായിരുന്നു അന്നേരം. തൻ്റെ മാറിടത്തിലേക്ക് വീണുകിടക്കുന്ന താലിയിൽ വിശ്വാസം വരാതെ അവൾ അതെടുത്ത് കൈക്കുമ്പിളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കുറുക്കിയ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിയപ്പോൾ ആ നോട്ടത്തിന് മറുപടി പറയാൻ കഴിയാതെ അവൻ പെട്ടെന്ന് മുഖം വെട്ടിച്ച് കളയുകയായിരുന്നു. എല്ലാറ്റിനും സാക്ഷിയാകേണ്ടി വന്ന വരുണാകെ ചിരിക്കാനും സന്തോഷിക്കാനും കഴിയാത്ത ഒരവസ്ഥയോടെ നിൽക്കുമ്പോഴാണ് പുറത്ത് മുറ്റത്തൊരു ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം അവരെയെല്ലാം ഞെട്ടിച്ചു നിർത്തിയത്. ബൂട്ട്സിട്ട കാൽവെപ്പോടെ വീട്ടിനകത്തേക്ക് കയറി വരുന്ന കാക്കിയിട്ടവരെ കണ്ടതും പരിഭ്രമത്തോടെ വരുൺ വേഗം പുറത്തേക്ക് ഓടിച്ചെന്നു. അവനെ കണ്ടപാടെ മുഖ്യ പോലീസ് ഉദ്യോഗസ്ഥൻ അവൻ്റെ നേരെ ചെന്ന് ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ആക്രോശിക്കുകയായിരുന്നു. എവിടെയാടാ പെൺകുട്ടി? പെൺകുട്ടിയോ? എന്താ സാർ, എന്താ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അയാളുടെ പിടിയിൽ അമർന്നുകൊണ്ട് വരുൺ അന്നേരം കാര്യം തിരക്കിയപ്പോൾ അതിഷ്ടപ്പെടാത്ത ഭാവത്തിൽ കണ്ണു തുറിച്ചയാൾ അവൻ്റെ ഷർട്ടിൽ ഒന്നുകൂടി ചുരുട്ടിപ്പിടിച്ചു. നിനക്ക് ഞാൻ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി തരാൻ തന്നെയാടാ പോണത്. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നീ ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കാൻ നോക്കുന്നോടാ. അയാൾ അവനെ കുടഞ്ഞിട്ടുകൊണ്ട് വേർപ്പെടുത്തിയ ശേഷം അവൻ്റെ നേരെ തറപ്പിച്ചൊരു നോട്ടം നോക്കി. നീയും നിന്റെ കൂട്ടുകാരും ചേർന്ന് സെൻറ് മേരീസ് ഓർഫനേജിൽ നിന്ന് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്നുവെന്നും അവളെ അനാശാസ്യത്തിനായി ഉപയോഗിക്കുന്നുവെന്നും പറഞ്ഞൊരു പരാതി എൻ്റെ ടേബിളിന് മുകളിൽ നല്ല വൃത്തിയായ കൈപ്പടയിൽ വന്നെത്തിയിട്ടുണ്ട്.
അതുകൊണ്ട് പൊന്നുമോൻ ഇനിയും കള്ളങ്ങൾ പറഞ്ഞ് എൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഭാവമെങ്കിൽ ഈ SI പ്രതാപൻ ആരാണെന്ന് നിന്നെയൊക്കെ ഞാൻ ശരിക്കും അറിയിച്ചു തരുന്നുണ്ടടാ. പറയടാ, എവിടെയാടാ നീയൊക്കെ ഒളിപ്പിച്ചു വെച്ച ആ പെൺകുട്ടി? സാർ അവൻ്റെ നേരെ അലറിയിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇവിടെ ആരും ആരെയും തട്ടിക്കൊണ്ടു വന്നിട്ടുമില്ല, പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുമില്ല. പിന്നെ എങ്ങനെയാ സാറിന് ഞങ്ങൾക്കെതിരെ കേസെടുക്കാൻ പറ്റുക? ഓ, അപ്പോൾ നീയാണല്ലേ ഇതിൻ്റെയൊക്കെ മെയിൻ സൂത്രധാരൻ. SI പ്രതാപൻ പിന്നീട് അനന്തുവിൻ്റെ നേരെ കയർത്തുകൊണ്ട് ചെന്നെടുത്തതും ഒരു പുഞ്ചിരിയോടെയാണ് അനന്തു അയാളെ എതിരേറ്റത്. എൻ്റെ സാറേ, ആരെങ്കിലും എന്തെങ്കിലും പരാതി തന്നിട്ടുണ്ടെങ്കിൽ അത് മാന്യമായ രീതിയിൽ അന്വേഷിച്ചറിയാൻ ആദ്യം ശ്രമിക്കണം. അല്ലാതെ സംശയത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ നെഞ്ചത്ത് കുത്തിപ്പിടിച്ചുകൊണ്ടല്ല നിങ്ങളുടെ അധികാരം കാണിക്കാൻ ശ്രമിക്കേണ്ടത്. എടാ, നീ എന്താ എന്നെ നിയമം പഠിപ്പിക്കുകയാണോ? അല്ല സാറേ, ഞാനൊരു സത്യം പറഞ്ഞതാ. പിന്നെ മറ്റൊരു കാര്യം, സെൻറ് മേരീസ് ഓർഫനേജിൽ നിന്ന് ഞാനൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതൊരിക്കലും തട്ടിക്കൊണ്ടുവന്നതല്ല, ഇറക്കിക്കൊണ്ടുവന്നതാ. അതും അവളുടെ പൂർണ്ണ സമ്മതത്തോടെ. ദേ, ഈ നിൽക്കുന്നതാ ആ പെൺകുട്ടി. അവൻ വേദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു. അവളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നത് സാറ് കരുതുന്നത് പോലെ പീഡിപ്പിക്കാനൊന്നുമല്ല. എൻ്റെ ഭാര്യയായി, എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി, എൻ്റെ ഈ ശ്വാസം നിലയ്ക്കുന്നതുവരെ അവളെ സ്നേഹിച്ച് കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അവളെ ചേർത്ത് പിടിച്ചവൻ കാര്യങ്ങളെല്ലാം അയാളോട് തുറന്നു പറയുമ്പോൾ വേദ ഒരു നിമിഷം അവൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ തന്നെ നോക്കി നിന്നു. അന്നേരം അവൻ ആരും കാണാതെയെന്ന് അവൾക്ക് നേരെ കണ്ണ് ചിമ്മി കാണിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോവുകയായിരുന്നു. ഇവൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ കൊച്ചേ? അയാൾ വേദയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചപ്പോൾ അവൾ പേടിയോടെ അവനെയൊന്ന് പറ്റിച്ചേർന്ന് നിന്നു. അത് കണ്ടതും അനന്ത് ഒരു നേർത്ത പുഞ്ചിരിയോടെ അവളെ തന്നിലേക്ക് ഒന്നുകൂടി അടുപ്പിച്ചു നിർത്തി. പറ കുട്ടി, പേടിക്കാതെ ധൈര്യമായി തന്നെ പറഞ്ഞോളൂ, ഇവർ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നതാണോ? കൂട്ടത്തിൽ നിന്നും ഒരു വനിതാ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ട് അവൾക്ക് നേരെ അടുത്തപ്പോൾ എന്തു പറയണമെന്നറിയാതെ വേദ അനന്തുവിൻ്റെ മുഖത്തേക്കും നോക്കി. ഇതൊന്നും കേട്ട് താൻ പേടിക്കണ്ട, തനിക്കൊപ്പം ഞാനുണ്ട്, ധൈര്യമായി സത്യം തുറന്നു പറഞ്ഞോ. അവളെ നോക്കി അവനത് പറയവേ അല്പം ആത്മധൈര്യം വീണ്ടെടുത്തതുപോലെ വേദ അവർക്ക് മുൻപിലേക്ക് ചെന്ന് നിന്നു. എന്നെ ഇവിടേക്ക് ആരും തട്ടിക്കൊണ്ടുവന്നതല്ല മാഡം. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആനന്ദേട്ടനൊപ്പം ഇറങ്ങി വന്നത്. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ്. ഭാര്യയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെ ദയവ് ചെയ്ത് പീഡനം എന്ന പേരും പറഞ്ഞ് നിങ്ങളാരും അധിക്ഷേപിക്കരുത്. നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയും അണിഞ്ഞ് അവർക്ക് മുമ്പിൽ കൈകൂപ്പി നിന്നവൾ ഭവ്യതയോടെ സംസാരിക്കുന്ന കേട്ടപ്പോൾ വനിതാ പോലീസിനും അവിടെ നിൽക്കുന്നവർക്കും അവളുടെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കാതിരിക്കാനായില്ല. അവരുടെയെല്ലാം നിശബ്ദതയ്ക്ക് മുൻപിൽ പിന്നീട് അവിടെ ഉയർന്നു കേട്ട ശബ്ദം അനന്തുവിൻ്റേതായിരുന്നു. അവർക്കു മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നത് തൻ്റെ പെണ്ണാണിതെന്ന അധികാരത്തോടെ അവൻ അവളെ വീണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് ജയിച്ചെന്ന മട്ടിൽ അവരെയെല്ലാം ഒന്ന് നോക്കി. അപ്പോൾ സാറുമാരെല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ കേട്ടല്ലോ അല്ലേ? എൻ്റെ ഭാര്യ പറഞ്ഞതിൽ കൂടുതലൊന്നും ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്ന് അറിയാം. എങ്കിലും ചോദിക്കുക, ഇനിയും മറ്റെന്തെങ്കിലും തെളിവ് ഞങ്ങൾ കാണിക്കണോ സാറേ? വേണ്ട, ഞങ്ങൾക്കെല്ലാം വിശ്വാസമായി. കംപ്ലൈൻറ്റ് കിട്ടിയ അടിസ്ഥാനത്തിൽ അന്വേഷിക്കേണ്ടത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണല്ലോ. അതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത്. സോറി മിസ്റ്റർ. അനന്തനാരായണൻ, അതാണ് എൻ്റെ പേര്. അവൻ ചങ്കുറപ്പോടെ അവർക്ക് മുൻപിൽ നിൽക്കുമ്പോൾ നേരിയ ആശ്വാസം കൈവരിച്ചതുപോലെ വരുണും അവർക്കിടയിലേക്ക് ചെന്നു. അപ്പോൾ കാര്യങ്ങളുടെയൊക്കെ സത്യാവസ്ഥ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി സാറന്മാരെ ഇവിടെ തന്നെ നിൽക്കണോ അതോ? വാക്കുകളിൽ പരിഹാസം കലർത്തിക്കൊണ്ടുള്ള അവൻ്റെ ചോദ്യം കേട്ട് SI പ്രതാപൻ അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി. അതിനുശേഷം ഒന്നും പറയാതെ അവരവിടെ നിന്നും ഇറങ്ങി. അധികം താമസിയാതെ ആ പോലീസ് ജീപ്പ് ആ വീടിൻ്റെ പടി കടന്നു പോവുകയും ചെയ്തു. അത്രയും സമയം അവിടെ അരങ്ങേറിയ നാടകത്തെക്കുറിച്ചെല്ലാം ഓർത്തപ്പോൾ സങ്കടം സഹിക്കാനാകാതെ അവൾ പെട്ടെന്ന് അനന്തുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവരോടെല്ലാം പറഞ്ഞു തീർത്ത കള്ളങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിന്നതിൻ്റെ തളർച്ചയും കുറ്റബോധവുമെല്ലാം അവളുടെ നോട്ടത്തിൽ നിന്നും അവൻ തിരിച്ചറിയുകയായിരുന്നു. പിന്നീട് ഒന്നും പറയാതെ അവൾ അകത്തേക്ക് വേഗം ഓടിക്കയറിയപ്പോൾ എന്തു പറഞ്ഞാണ് അവളെ ഒന്ന് ആശ്വസിപ്പിക്കേണ്ടതെന്ന ആശങ്കയോടെ അനന്തു നോക്കിയത് വരുണിൻ്റെ മുഖത്തേക്കായിരുന്നു.